വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് MS എക്സലിലെ ഇത്രയും ഫീച്ചേഴ്സാണ്. ഓക്കെ, അതായത് കട്ട്, കോപ്പി ആൻഡ് പേസ്റ്റ്, മെർജ് ആൻഡ് സെൻറ്റർ, ഓട്ടോഫിൽ, എക്സ്പ്ലോർ, ചെക്ക് സ്പെല്ലിംഗ്, സോർട്ടിങ് ആൻഡ് ഫിൽട്ടർ. അപ്പോൾ ഇത്തരം കേസിൽ ആദ്യം നമ്മൾ പറയുന്ന കട്ട്, കോപ്പി, പേസ്റ്റ് ആണ്. അതായത് MS എക്സലിലെ വേർഡ് പോലെ തന്നെ നമുക്ക് ഒരു കണ്ടൻറ്റിനെ ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വർക്ക്ഷീറ്റിൽ നിന്ന് അതേ വർക്ക്ഷീറ്റിലെ വേറെ ഏതെങ്കിലും ലൊക്കേഷനിലേക്കോ അതുപോലെ വേറെ ഏതെങ്കിലും വർക്ക്ഷീറ്റിലേക്കോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കണ്ടൻറ്റ് നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ കോപ്പി ചെയ്തും പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട, ഒരു ടൈപ്പ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനൊന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം, ഏത് കണ്ടൻറ്റാണോ നമുക്ക് കട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കോപ്പി ചെയ്യേണ്ടത് അതിനെ നമുക്ക് കട്ട് ചെയ്യാം. അതായത് Ctrl X പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യാം. വേറെ ഏതെങ്കിലും ലൊക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം, അത് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നുള്ള നമുക്ക് കട്ട് ചെയ്തു, അത് ഈ ഒരു ലൊക്കേഷനിൽ നമുക്ക് പേസ്റ്റ് ചെയ്തു. അതല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹോമിൽ തന്നെ കോപ്പി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. കട്ട്, കോപ്പി, പേസ്റ്റിൽ കോപ്പി പ്രസ് ചെയ്തു. എനിക്കിനി വേറെ ഏതെങ്കിലും ലൊക്കേഷനിലേക്കാണെങ്കിൽ വേറെ ഏതെങ്കിലും ലൊക്കേഷനിലേക്ക് ഈ രീതിയിൽ പേസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, മെർജ് ആൻഡ് സെൻറ്റർ. മെർജ് ആൻഡ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കോമൺ ആയിട്ട് ഒരു 2-3 കോളത്തിലേക്ക് നമുക്ക് കോമൺ ആയിട്ടൊരു കണ്ടൻറ്റ് വേണം, ഒരു ഹെഡിങ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, മെർജ് ആൻഡ് സെൻറ്റർ കൊടുക്കാം. ഇപ്പോൾ ഒരു രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഫീച്ചേഴ്സ് എന്നിവിടെ കൊടുക്കുകയാണ്. ഫീച്ചേഴ്സ്, ഇപ്പോൾ ഈ ഒരു കണ്ടൻറ്റ് എനിക്ക് മൊത്തത്തിലായിട്ട് ഈ 3 സെല്ലിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ എനിക്ക് സെലക്ട് ചെയ്തതിന് ശേഷം മെർജ് സെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു രീതിയിൽ അത് സെൻട്രലായിട്ട് കിട്ടും. ഓക്കെ, മെർജ് ചെയ്ത് അത്രയും സെൽസ് മെർജ് ചെയ്ത് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാം, ഒരു ഹെഡിങ് വൈസ് നമുക്കതിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് മെർജ് ആൻഡ് സെൻറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എനിക്ക് തിരിച്ച് ഇതിലേക്ക് വരണം എന്നാണെങ്കിൽ അത് സെലക്ട് ചെയ്തതിന് ശേഷം മെർജ് സെൻറ്റർ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കതിനെ വീഡിയോ ചെയ്തതുപോലെ, അതായത് ഫസ്റ്റ് സെല്ലിലേക്ക് മാത്രമായിട്ടത് നിൽക്കും. ഓക്കെ, നെക്സ്റ്റ് ഓട്ടോഫിൽ. ഓട്ടോഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എനിക്ക് ഒരുപാട് കണ്ടൻസ് ടൈപ്പ് ചെയ്യാനുണ്ട്. പക്ഷെ അതെനിക്കെല്ലാം ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ മന്ത്ലി ആണെങ്കിൽ ഇപ്പോൾ 12 മന്ത്സിൻ്റെ അതുപോലെ എനിക്ക് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മന്തിൻ്റെ മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഈ ഒരു സെല്ലിൻ്റെ റൈറ്റിലൂടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പ്ലസ് സൈൻ കിട്ടും. ആ പ്ലസ് സൈൻ എനിക്കിങ്ങനെ ഡ്രാഗ് ചെയ്ത് വന്നാൽ എനിക്ക് എത്ര മന്ത് വേണോ അത്രയും മന്തിലേക്ക് എനിക്ക് അത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഒരു രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അത്രയും ടൈപ്പ് ചെയ്യാതെ തന്നെ ഓട്ടോഫില്ലായിട്ട് കിട്ടും. ഇനി എനിക്ക് നേരെ റൈറ്റിലേക്കാണെങ്കിൽ അതും ഇതുപോലെ സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് മന്ത് മാത്രമല്ല, നമുക്കിപ്പോൾ ഇയർ ആണെങ്കിൽ കണ്ടിന്യൂസ് ഇയേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഒരു രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഞാൻ സെലക്ട് ചെയ്ത് ഒരു രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അത്രയും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇയേഴ്സും ഈ ഒരു രീതിയിൽ ഓട്ടോ ഫിൽ ചെയ്ത് കിട്ടും. അപ്പോൾ അത്രയും എനിക്ക് ടൈപ്പ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ ഇതാണ് ഓട്ടോ ഫിൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എക്സ്പ്ലോർ ആണ്. എക്സ്പ്ലോർ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഫൈൻഡ്, അതുപോലെ റീപ്ലേസ്, ഗോ ടു, ഇതാണ് എക്സ്പ്ലോർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഫൈൻഡ് ഔട്ട് ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടൻറ്റ് റീപ്ലേസ് ചെയ്യാനാണെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഫൈൻഡ് ആൻഡ് റീപ്ലേസ്. ഓക്കെ, അത് ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതല്ലെങ്കിൽ നെക്സ്റ്റ് വൺ, ഇവിടെ ഓരോന്നും സെലക്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് ചെയ്യാം. അപ്പോൾ Ctrl F പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും. ഓക്കെ, ഷോർട്ട് കട്ട് നമുക്ക് Ctrl F നമ്മൾ വേർഡ് പ്രോസസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ വേർഡ് പ്രോസസ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഫൈൻഡ് വാട്ട് അല്ലെങ്കിൽ റീപ്ലേസ് കൊടുത്ത് നമുക്ക് അത് കണ്ടൻറ്റ് റീപ്ലേസ് ചെയ്യാൻ അതുപോലെ ഫൈൻഡ് ഔട്ട് ചെയ്യാനും പറ്റും. നെക്സ്റ്റ് വൺ ആണ് ചെക്ക് സ്പെല്ലിംഗ്. ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ നമുക്ക് സ്പെൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സിമിലായിട്ടുള്ള മറ്റ് വേർഡ്സ് വെച്ച് റീപ്ലേസ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യുന്നതാണിത്. അപ്പോൾ അതിന് നമുക്കിവിടെ വേർഡ് പ്രോസസ്സറിലുള്ള പോലെ തന്നെ MS-ലും റിവ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ആ ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രൂഫിംഗ് ചെയ്ത് കാണാൻ വേണ്ടി പറ്റും. സ്പെല്ലിംഗ്, റിസർച്ച്, തിസോറസ്. അപ്പോൾ ഇതിൽ സെലക്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് നമ്മളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ചെക്ക് സ്പെല്ലിംഗ്.
നെക്സ്റ്റ് വൺ ആണ് സോർട്ടിങ്. സോർട്ടിംഗ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കണ്ടൻസ് ഏത് രീതിയിൽ വേണമെങ്കിൽ സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള സോർട്ടിംഗ് ഉണ്ട്. അതായത് നമുക്കിവിടെ A to Z മാറ്റാനാണെങ്കിൽ ആ ഒരു A to Z നമുക്കിവിടെ മാറ്റാൻ വേണ്ടി പറ്റും. അതല്ല കസ്റ്റം സോർട്ട് ആണെങ്കിൽ ആ കസ്റ്റം സോർട്ട് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഈ രീതിയിൽ ഇതിപ്പോൾ നമുക്ക് നമ്പേഴ്സ് കൂടെ വരുന്നത് കൊണ്ട് ആ നമ്പേഴ്സിൻ്റെ ഓർഡറിലായിരിക്കും ഇത് വരുന്നത്. സപ്പോസ് ഞാനിവിടെ നമ്പേഴ്സ് കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കും. ഓക്കെ, ഈ ഒരു രീതിയിൽ ഞാൻ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത്രയും കണ്ടന്റ് ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം സോൾട്ട് ആൻഡ് ഫിറ്റ് A to Z കൊടുത്തു കഴിഞ്ഞാൽ എനിക്കത് A to Z ആയിട്ടുള്ള ഓർഡറിൽ എനിക്ക് കിട്ടും. ഇനി നേരെ തിരിച്ചാണെങ്കിൽ ആ ഒരു രീതിയിൽ എനിക്ക് ഓർഡർ ചെയ്ത് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്കിതിൻ്റെ തന്നെ ഇപ്പം 1 2 ഏത് ലെവലാണ് ഓർഡർ ചെയ്യേണ്ടത് എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു രീതിയിലും ചെയ്യാം. അതായത് കസ്റ്റം സോർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആഡ് ലെവൽ കൊടുത്തിട്ട് അല്ലെങ്കിൽ സോർട്ട് ഓൺ ഏത് വാല്യൂസ് വെച്ചിട്ടാണോ സോർട്ട് ചെയ്യുന്നത്, ഓർഡർ വെച്ചിട്ടാണോ സോർട്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ കൊടുക്കാം. അതല്ലെങ്കിൽ ആഡ് ലെവൽ കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് സോർട്ടിംഗ് ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്പേഴ്സ് ആണോ എന്നുള്ള രീതിയിൽ നമുക്ക് ഏതാണ് ഫസ്റ്റ് സോർട്ട് ചെയ്യേണ്ടത് ആ ഒരു ഓർഡർ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു രീതിയിൽ സോർട്ട് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഇത് A to Z ഇത് ഹയസ്റ്റ് ലോവസ്റ്റും ആണ് കൊടുത്തത്. അപ്പോൾ ആ ഒരു ഓർഡറിൽ നമുക്ക് എന്ത് ചെയ്തു, അത് സോർട്ട് ചെയ്ത് കിട്ടി. അതാണ് സോർട്ടിങ്. ദെൻ നെക്സ്റ്റ് വൺ ഫിൽറ്ററാണ്. അതായത് നമുക്കിത് ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏതെങ്കിലും ഒരു കണ്ടൻറ്റ് നമുക്ക് സെർച്ച് ചെയ്ത് ഫിൽറ്റർ ചെയ്യാം. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യേണ്ട കാര്യം ഇവിടെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിൽറ്റർ ഓപ്ഷൻ ഉണ്ട്. ആ ഫിൽറ്റർ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്ത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാം. ഓക്കെ, ചെക്ക് സ്പെല്ലിംഗ്, കട്ട്, കോപ്പി, പേസ്റ്റ് വേണ്ട. അതുപോലെ തന്നെ എക്സ്പ്ലോറർ നമ്മൾ ഒഴിവാക്കി. അപ്പോൾ നമുക്കിനി ബാക്കി കിട്ടുന്ന ഏതൊക്കെയായിരിക്കും, ഇത്രയാണ് നമ്മുടെ ഫിൽറ്റർ ചെയ്ത് വരുന്നത്. ഇതാണ് ഫിൽറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇത്രയാണ് നമുക്കിന്ന് പറയാനുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഫിൽറ്ററിൻ്റെ കേസിൽ നമ്മൾ എന്ത് പറഞ്ഞു, നമുക്ക് ഏതെങ്കിലും ഒരു കോളം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കോളംസ് സെലക്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് ഹോം ടാബിൽ സോർട്ട് ആൻഡ് ഫിൽറ്റർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഫിൽറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കവിടെ ഫസ്റ്റ് സെല്ലിലെ ബോട്ടം നമുക്കൊരു ആരോ കാണാൻ വേണ്ടി പറ്റും. അത് ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് ഫിൽറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെയാണോ വേണ്ടതിനനുസരിച്ചുകൊണ്ട് നമുക്ക് ചെയ്ത് ക്ലിക്ക് ക്ലിയർ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനനുസരിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് ഫിൽറ്റർ. അതുപോലെ തന്നെ നമ്മൾ സോർട്ടിങ് പറഞ്ഞു കഴിഞ്ഞു. ചെക്ക് സ്പെല്ലിങ്ങിന് നമുക്ക് F7 പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനനുസരിച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പോൾ ഇവിടെ F7 പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എറേഴ്സൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് അതിലൊരു എറേഴ്സ് നമുക്കതിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ചെക്ക് സ്പെൽ കംപ്ലീറ്റ് കാണിക്കും, യു ആർ ഗുഡ് ടു ഗോ. ഓക്കെ, അപ്പോൾ ഇതാണ് ചെക്ക് സ്പെല്ലിംഗ്. ദെൻ എക്സ്പ്ലോറിങ് സെൽ കണ്ടൻറ്റിൽ നമുക്ക് ഒന്നുകിൽ കൺട്രോൾ F പ്ലസ് ചെയ്തുകൊണ്ട് ചെയ്യാം. അതുപോലെ തന്നെ റീപ്ലേസ് ആണെങ്കിൽ കൺട്രോൾ H പ്ലസ് ചെയ്തുകൊണ്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഡയറക്റ്റായിട്ട് എന്ത് വരും, റീപ്ലേസിൻ്റെ വരും. ഓക്കെ, അതാണ് റീപ്ലേസ് എന്ന് പറയുന്നത്. അതുപോലെ ഗോറ്റുവിന് കൺട്രോൾ G ആണ്. കൺട്രോൾ G അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗോ ടു ഓപ്ഷൻ വരും. അതല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് F5 ആണ്. F5 പ്ലസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗോ ടു ഓപ്ഷനിലേക്ക് പോകാൻ വേണ്ടി പറ്റും. അങ്ങനെ നമുക്ക് എന്താ 3 ഡിഫറെൻറ്റ് ടൈപ്സ് നമ്മൾ അവിടെ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് വൺ മെർജ് ആൻഡ് സെൻറ്റർ ആണ്. മെർജ് ആൻഡ് സെൻറ്ററിൽ നമുക്ക് ഏതൊക്കെയാണോ മെർജ് ചെയ്യേണ്ടത് അത്രയും സെൽസ് സെലക്ട് ചെയ്ത് കൊടുത്ത് മെർജ് ആൻഡ് സെൻറ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി അത് കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക്
ഒരു ലാർജസ്റ്റ് സെല്ലായിട്ട് നമുക്കത് കിട്ടും. ഓക്കെ, ഇതാണ് മെർജ് ആൻഡ് സെൻഡ്. അതുപോലെ കട്ട് കോപ്പി പേസ്റ്റ്. കട്ട് കോപ്പി പേസ്റ്റിൽ നമുക്ക് ഏതൊരു കണ്ടൻറ്റും ഒരു സ്ഥലത്ത് നിന്ന് കട്ട് ചെയ്ത് മറ്റൊരു സ്ഥലത്ത് മറ്റൊരു ലൊക്കേഷനിൽ നമുക്കത് പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ കട്ട് ചെയ്താലോ കോപ്പി ചെയ്താലോ അത് പേസ്റ്റ് ചെയ്യുന്നവരെയും ആ ഒരു കണ്ടൻറ്റ് സ്റ്റോർ ചെയ്യുന്നത് ഒരു ടെമ്പററി ഏരിയയിലാണ്. അതിനെയാണ് ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ക്ലിപ്പ് ബോർഡിലായിരിക്കും നമ്മൾ ആ ഡാറ്റ കോപ്പി ചെയ്യപ്പെടുന്നത്. ഓക്കെ, അത്രയാണ് ഇന്ന് പറയാനുള്ളത്. താങ്ക് യു.